ഇതൊരു ശനിയാഴ്ച നടത്തമാണ്. രാവിലെ 9:30 മണിയായി. അമേരിക്കയിലെ ന്യൂജേഴ്സിയാണ്. ശരിയായ സ്ഥലം ചെറി ഹിൽ, ന്യൂജേഴ്സി. ഒരു ഹൗസിംഗ് കോളനിക്കുള്ളിൽ കൂടെ ഉള്ള നടത്തമാണ്. ഈ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും അതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇവിടെ പണിതിരിക്കുന്ന ഈ വീടുകൾ 1970കളിൽ ഇവിടെ പണിതിരിക്കുന്ന വീടുകളാണ്. അതിനർത്ഥം 50 വർഷത്തിലധികം പഴക്കമുള്ള വീടുകളാണ്. ഇവിടെ അമേരിക്കയിൽ പണിയുന്ന വീടുകളുടെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിലെ വളർത്തുപട്ടി കുരയ്ക്കുന്ന ശബ്ദമാണ് കേട്ടത്. നമ്മുടെ നാട്ടിൽ വീടുകൾ കോൺക്രീറ്റ്, ഇഷ്ടിക ഒക്കെ കൊണ്ടാണ് പണിയുന്നത്. എന്നാൽ അമേരിക്കയിലെ വീടുകൾ മുഴുവനും തടി കൊണ്ടാണ് പണിയുന്നത്. തടി, ഭിത്തിയുടെ സ്ഥാനത്തും തടി, മൂലകളിൽ കോർണറിൽ ഇഷ്ടിക കൊണ്ടോ കല്ലുകൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ ഉള്ള ചെറിയ പില്ലറുകൾ ഉണ്ടാകുമെന്ന്, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീൽ കൊണ്ടുള്ള പില്ലറുകൾ ഉണ്ടാകുന്നതൊഴികെ വീടിൻ്റെ ഭിത്തി മുഴുവനും തറ മുഴുവനും തടിയാണ്. 2 നിലയിൽ പണിയുന്ന വീടുകളുടെയും രണ്ടാമത്തെ നിലയിലെ ഫ്ലോർ മുഴുവനും തടിയാണ്. തടി കൊണ്ടാണ് പണിയുന്നത്. നമ്മുടെ നാട്ടിൽ തടി കൊണ്ട് വീട് പണിതാൽ മഴയുടെ ആധിക്യവും ഈർപ്പവും കാരണത്താൽ ആ തടികൾ ചതലിൽ നിന്നൊക്കെ നശിക്കും. ഇവിടെ അങ്ങനെയല്ല. 50 കൊല്ലം പഴക്കമുള്ള ഈ വീടുകളും തടി കൊണ്ടാണ് അതിൻ്റെ മിക്കവാറും പണി. ഇവിടെ ഈ വീടുകൾ ഇത്രയും പഴക്കമുള്ളതാണെങ്കിലും ആ തടിക്ക് ഒരു നാശവും സംഭവിച്ചിട്ടില്ല. ഇവിടെ മഴ വളരെ കുറവാണ്, ഈർപ്പം വളരെ കുറവാണ്. അതാണ് അതിൻ്റെ ഒരു കാരണം. ഈ വീടുകളും അതിൻ്റെ സ്ഥലങ്ങളുമൊക്കെ ശ്രദ്ധിച്ച്, ഒരു പ്രധാന കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, ഈ വീടുകൾ തമ്മിൽ വേർപെടുത്തുന്ന മതിലുകളൊന്നും ഇവിടെയില്ല. മതിലുകളില്ലാത്ത ഒരു രാജ്യമാണ് ഇത്. നമ്മുടെ നാട്ടിൽ 10 സെൻറ്റോ 5 സെൻറ്റോ ഒക്കെ വാങ്ങിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിന് ചുറ്റും ഒരു മതിൽ കെട്ടും, ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി. അതുമാത്രമല്ല, നമ്മുടെ സ്ഥലം എന്നുള്ളതൊരു ഡീമാർക്കേഷന് വേണ്ടി നമ്മളത് ചെയ്യും. എന്നാൽ ഇവിടെ അങ്ങനെയില്ല. ഒരു കാര്യം, സ്ഥലം വളരെ സുലഭമാണ്. ഒരടി അങ്ങോട്ടോ ഒരാളുടേതോ ഒരടി ഇങ്ങോട്ടോ എടുക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വീടുകൾക്കൊരു മനോഹാരിതയുണ്ട്. ഈ മതിലുകളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തുറസായി കിടക്കുകയാണ്. നോക്കിയേ, ഒക്കെ പുൽത്തകടി പിടിപ്പിച്ച് തുറസായി കിടക്കുകയാണ്. ഒരു വീടും അടുത്ത വീടും തമ്മിലുള്ള അതിരുകൾ അവർക്ക് അറിയാമെങ്കിൽ തന്നെ മതിലുകൾ ഇവിടെ പണിയുകയില്ല. അതൊരു മനോഹരമാണ്. അത് ഒരു നിലയിൽ മനുഷ്യൻ്റെ വിശാല ഹൃദയത്തെയും സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ സ്ഥലത്തിൻ്റെ അതിരുകൾക്കുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വഴക്കും കല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ഇവിടെ അങ്ങനെയില്ല. ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ് കഴിഞ്ഞ് സമ്മറിലേക്ക് പ്രവേശിക്കുകയാണ് കാലാവസ്ഥയിൽ. അതുകൊണ്ട് മരങ്ങളും ചെടികളും ഒക്കെ പച്ചിലയും പൂക്കളും ഒക്കെ നിറഞ്ഞ ഒരു ചുറ്റുപാടാണ്. വളരെ മനോഹരമാണ്. ഈ വീടുകൾക്ക് മധ്യത്തിലൂടെ ഞാനിങ്ങനെ നടന്ന് അപ്പുറത്തൊരു തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ അവിടെ എത്തി ഒരു വീഡിയോ പിടിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പ്രേക്ഷകർ ഈ വീഡിയോകൾ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നടക്കാനും ഓടാനുമൊക്കെ അനേകർ ഇറങ്ങുന്ന ഒരു സമയമാണ്. മിക്കവാറും അത് വെളുപ്പിന്
രാവിലെ ചൂട് കുറവുള്ള സമയത്താണ് ചെയ്യുന്നത്. ഞാനെന്നാൽ അല്പം എൻ്റെ ഈ ശനിയാഴ്ച നടത്തത്തിന് താമസം വന്നുപോയി. എനിക്ക് സൈക്കിൾ ചവിട്ടുകയാണ് അവർ ചെയ്യുന്നത്. കുട്ടികളാണ്, ഒരു കുട്ടിയും തൻ്റെ പിതാവുമാണ് സൈക്കിള് ചവിട്ടിക്കൊണ്ട് പോയത്. ഇതൊക്കെ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് വളരെ താങ്ക്സ്. ഓക്കെ, പിന്നെ കാണാം. ബൈ.